ഹായ് ഓൾ, വെൽക്കം ടു ടോസ് അക്കാഡമി. ടോസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ്, സെറ്റ്, നെറ്റ്, LPSA, UPSA, HSST, CTET, PSC തുടങ്ങിയ എല്ലാവിധ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും നടത്തുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടോസ് അക്കാഡമി പുതിയ പുതിയ കോഴ്സുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടറ്റ് എക്സാം അടുത്തല്ലേ, വളരെ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ ഇനി കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട്. എല്ലാവരും നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുവാണെന്നറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും റിപ്പീറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇനി റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതുമായ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് അക്കാഡമി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ എ റെഗുലർ പെൻറ്റഗൺ ആൻഡ് എ സ്ക്വയർ ആർ ജോയിൻഡ് ടുഗദർ. വാട്ട് ഈസ് എ മെഷർ ഓഫ് ദി മാർക്ഡ് ആംഗിൾ? നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൻ്റെ അകത്ത് ഒരു സ്ക്വയറും ഉണ്ട്, അതുപോലെ തന്നെ ഒരു റെഗുലർ പെൻറ്റഗണും ഉണ്ട്. റെഗുലർ പെൻറ്റഗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് 5 സൈഡ്സ് ഉണ്ടെങ്കിൽ ആ 5 സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ആയിരിക്കും വരിക. അപ്പം ഒരു റെഗുലർ പെൻറ്റഗണും ഉണ്ട്, ഒരു സ്ക്വയറും ഉണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പറഞ്ഞിരിക്കുന്നത് മാർക്ക് ചെയ്ത ആംഗിളിൻ്റെ മെഷർ എത്രയാണെന്നാണ്. അതായത് ഈ എ എന്ന് പറയുന്ന ആംഗിളാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, അത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? നമുക്കിതാ ഈ ആംഗിൾ അറിയാം, ഈ ആംഗിളും അറിയാം എന്ന് വിചാരിക്കുക. ഈ ആംഗിളും അറിയാമെങ്കിൽ ടോട്ടൽ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിള് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആംഗിളുടെ സമ്മ 360 അല്ലേ? അപ്പോൾ ഈ ആംഗിളും അറിയാമെങ്കിൽ 360യിൽ നിന്നും അത് രണ്ടും മൈനസ് ചെയ്താൽ പോരെ, അതിൻ്റെ സം മൈനസ് ചെയ്താൽ മതിയല്ലോ. അത്രയേ ഉള്ളൂ നമുക്ക് ഉത്തരം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 1 ആംഗിൾ ഓഫ് ദ സ്ക്വയറിൻ്റെ ഒരു ആംഗിൾ നമുക്കറിയാം 90 ഡിഗ്രിയാണ്. സ്ക്വയറിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ അതുപോലെ, അതായത് ഇത് 90 ഡിഗ്രി. അങ്ങനെയെങ്കിൽ നമുക്ക് പെൻറ്റഗണിൻ്റെ ഒരു ആംഗിൾ എത്രയാണ്? പെൻറ്റഗണിൻ്റെ ഒരു ആംഗിൾ 108 ഡിഗ്രിയാണ്. അതായത് പോളിഗൺസിൻ്റെ കുറച്ച് ആംഗിൾസ് 10 വരെയുള്ള 10 സൈഡ്സിന് 10 വരെയുള്ള എല്ലാ പോളിഗൺസിൻ്റെയും ആംഗിൾസ് അത്യാവശ്യം പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും, നമ്മുടെ ഓർമ്മയിലുള്ളത് നല്ലതാണ്. പ്രത്യേകിച്ച് പെൻറ്റഗൺ, ഹെക്സഗൺ, സ്ക്വയർ, റെക്റ്റാങ്കിൾ. സ്ക്വയറിൻ്റെ റെക്റ്റാങ്കിൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അറിയാം. ബാക്കിയുള്ളവരുടെ കൂടി ഒന്ന് പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഇതിപ്പം സ്ക്വയറും പെൻറ്റഗണുമാണ് ചോദിച്ചത്. ചിലപ്പോൾ നമ്മുടെ അടുത്ത് പെൻറ്റഗണും ഹെക്സഗണും ആയിരിക്കും അടുത്ത പ്രാവശ്യം ചോദിക്കുന്നത്. ചിലപ്പോൾ ചോദിക്കുന്നത് ഹെക്സഗണും ഇതുപോലെ സ്ക്വയറും ചോദിക്കാം, അല്ലെങ്കിൽ ട്രയാങ്കിൾ ചോദിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പോളിഗൺസ് ഇങ്ങനെ മാറ്റി മാറ്റി നമുക്ക് ചോദിക്കുന്നതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ട് പോകണം. നമ്മൾ പറഞ്ഞു വന്നത് റെഗുലർ പെൻറ്റഗണിൻ്റെ ഒരു ആംഗിൾ 108 ഡിഗ്രി എന്നറിയാം. ഇത് 90 ആണ്, ഇത് 108 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എ എത്രയായിരിക്കും? ഈ 90 + 108 ചെയ്യുക. കിട്ടുന്ന ഉത്തരം 360ൽ നിന്ന് കുറച്ചാൽ പോരെ. സോ ആംഗിൾ എ, റിക്വയർഡ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി മൈനസ് 90 + 108 വിച്ച് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി മൈനസ് 198. ഇതിൻ്റെ ഉത്തരം എത്രയാണ്? 162. ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വളരെ സിമ്പിൾ ആണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാതെ പോവരുത്. ഈ ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the fraction to be added to m square minus 5/m plus 17/144 to make it a perfect square. നമുക്കൊരു പോളിഗൺ തന്നിട്ടുണ്ട്, ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ടല്ലേ. പോളിനോമിയൽ അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഏത് ഫ്രാക്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം എമ്മിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതി കണ്ട് അതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്ത് മൈനസ് ചെയ്ത് സ്ക്വയർ ആക്കുവാണ് ചെയ്യാറ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത്രയൊന്നും നമ്മൾ ചിന്തിച്ചു പോകേണ്ട കാര്യമില്ല, അതിലും സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. m² മൈനസ് 5/6 m പ്ലസ് 17/144 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് 17/144 ഉണ്ടല്ലേ, അത് താഴെ കൊടുക്കുന്നത് ഈ 17/144ൽ ഈ താഴെയുള്ള ഈ 144 നമുക്ക് കണ്ടു പരിചയമുള്ളതല്ലേ, അതായത് 12ൻ്റെ സ്ക്വയർ ആണ് അല്ലേ. അങ്ങനെയെങ്കിൽ ഈ 17ന് തൊട്ടടുത്തുള്ള അടുത്ത സ്ക്വയർ ഏതാണെന്ന് നോക്കിയാൽ പോരെ നമുക്ക്. ഏതായിരിക്കും 17ന് തൊട്ടടുത്തുള്ള സ്ക്വയർ? 17 കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ വരുന്നത് 25 ആണല്ലേ. അതിന് എത്ര കൂട്ടിയാൽ മതി? 8
8 കൂട്ടിയാൽ മതി. 17ൻ്റെ കൂടെ ഈ 8 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 25 എന്നുള്ളൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. അത് നോക്കുക. അതായത് 8/144 ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? നമ്മുടെ ഉത്തരം കറക്റ്റ് ആണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത്രയേ ഉള്ളൂ. m² മൈനസ് 5/m പ്ലസ് 25/144 ആവും ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇല്ലേ? അപ്പോൾ എന്ത് വരും? m മൈനസ് 5/12 ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് ഇതിനെ എഴുതാം. m മൈനസ് 5/12 ദ ഹോൾ സ്ക്വയർ. ഇനി ഇതിൻ്റെ പകുതി എടുത്താൽ മതി. 5/6ൻ്റെ പകുതിയാണ് 5/12 എന്ന് പറയുന്നത്. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഏത് തന്നെ കിട്ടുള്ളൂ? ഈ മോളിൽ കിടക്കുന്ന ഡിജിറ്റ്സ് തന്നെയാണ് കിട്ടുകയുള്ളൂ. ദാറ്റ് ഈസ് m മൈനസ് 5/12 ദ ഹോൾ സ്ക്വയർ. നമ്മൾ ഏത് ഫ്രാക്ഷൻ ആഡ് ചെയ്തത്? 8/144 എന്നുള്ള ഫ്രാക്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടി. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടി. ഇനി 8/144നെ കട്ട് ചെയ്ത് കളയാം. 8നെ 144 വെച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ എത്ര വരും? 1/18 ആണ് വരുന്നത്. 8/144 നമ്മുടെ ഓപ്ഷനിലില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് ടിക്ക് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ നമുക്കത് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ എത്ര വരും? 1/18. ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. ഇൻ ദ ഫിഗർ AB is a diameter of the circle. Angle AMB, angle ADB, angle ACB are in arithmetic sequence. Angle ACB equal to 63 degree. The measure of angle AMB is. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൻ്റെ അകത്ത് AB എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആംഗിൾ AMB എന്ന് പറയുന്നത് ഈ കിടക്കുന്ന ആംഗിൾ അല്ലേ? ഈ ആംഗിളും അതുപോലെ ADB ഈ ആംഗിളും അതുപോലെ ACB ഈ കിടക്കുന്ന 63 എന്ന് തന്നിരിക്കുന്ന ഈ ആംഗിൾ, ഇവർ 3 പേരും എന്താണ്? AP-യിലാണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? ആംഗിൾ ACB തന്നിട്ടുണ്ട് 63 ഡിഗ്രി. AMB കണ്ടുപിടിക്കണം. AMB എന്ന് പറയുന്ന ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇത് കഴിഞ്ഞ വർഷം തൊട്ട് മുമ്പ് നടന്ന കേട്ടറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഡിസംബറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതെന്ന് പറയുന്നത് നമുക്ക് അരിത്മെറ്റിക് പ്രോഗ്രഷനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സർക്കിളിൻ്റെ പ്രോപ്പർട്ടി കൂടി ഇതിൻ്റെ അകത്ത് നമുക്ക് അപ്ലൈ ചെയ്താലാണ് ആൻസർ കിട്ടുള്ളൂ. ഇത് 63 എന്ന് തന്നിട്ടുണ്ട്. ഇത് AB എന്ന് ഡയമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ടല്ലേ? അപ്പോൾ ഈ ആംഗിൾ D എന്ന് പറയുന്നത് എന്ത് ആംഗിൾ ആയിരിക്കും? ആംഗിൾ ഇൻ സെമി സർക്കിൾ അല്ലേ? സെമി സർക്കിളിലുള്ള ആംഗിളാണ്. ആ സെമി സർക്കിളിലുള്ള ആംഗിൾ എത്രയാണ്? അതറിഞ്ഞാൽ മാത്രമേ ഈ പ്രോബ്ലം മുന്നോട്ട് പോവുകയുള്ളൂ. എത്രയാണ്? 90 ഡിഗ്രി. സോ നമുക്ക് ആംഗിൾ ACB 63 ഡിഗ്രി അറിയാം. ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ കണ്ടുപിടിക്കേണ്ടതായി കിടക്കുന്ന ആംഗിൾ M ആണ്. AMB എന്ന് പറയുന്ന ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 63 ഉണ്ട്, 90 ഉണ്ട്, ആംഗിൾ AMB. ഇവർ 3 പേരും എന്തിലാണ്? AP-യിലാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കുമല്ലോ AP ആണെങ്കിൽ. അപ്പോൾ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്യുന്നതും തേർഡ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം മൈനസ് ചെയ്യുന്നതും സെയിം തന്നെ കിട്ടണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇപ്പം നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നത് 90 - 63 ചെയ്യുക. 90 - 63 = 27 നമുക്ക് ആൻസർ വരും. സോ AMB കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 90യുടെ കൂടെ ആ 27 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആംഗിൾ കിട്ടും. എന്ന് വരും 90 + 27 which is equal to 117 ഡിഗ്രി. ഓപ്ഷൻ A ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ വരുന്നത്. 117 ആയിരിക്കും നമുക്ക് ഉത്തരം വരുന്നത്. മനസ്സിലായല്ലോ? ഇത് രണ്ടും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കിളും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ അരിത്മെറ്റിക് പ്രോഗ്രഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അത് പഠിക്കാതെ പോകരുത്. The ratio of the radii of 2 cylinders of the same height is 2:3. What is the ratio of their volumes? നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കാം. റേഷ്യോ ഓഫ് ദി റേഡിയൈ ഓഫ് 2 സിലിണ്ടേഴ്സ്. സിലിണ്ടറിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സിലിണ്ടറിൻ്റെ റേഡിയസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, അതായത് ഒരെണ്ണത്തിൻ്റെ R1 എന്നെടുത്തു, രണ്ടാമത്തതിൻ്റെ R2 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ റേഡിയസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:3 എന്നാണ് തന്നിരിക്കുന്നത്. ഹൈറ്റ് എന്താണ്? സെയിം ആണെന്നും പറഞ്ഞിട്ടുണ്ട്. R1:R2 2:3 എന്നെടുത്തു. R1/R2 എന്ന് നമുക്കതിനെ എഴുതാലോ, 2/3 എന്നെടുത്തു. ഇനി ഹൈറ്റ് സെയിം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H1ഉം H2ഉം H തന്നെയാണ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? വോളിയത്തിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. അതായത് V1/V2 കണ്ടുപിടിക്കണം. എന്ത് വരും? πr1² അതായത് സിലിണ്ടറിൻ്റെ വോളിയം πr²H ആണ്. ഇവിടെ 2 സിലിണ്ടർ ഉള്ളതുകൊണ്ട് ഒരാൾക്ക് R1 എന്നും പേര് കൊടുത്തു, ഒരാൾക്ക് R2 എന്നും പേര് കൊടുത്തു അല്ലേ?
റേഡിയസുകൾക്ക് അങ്ങനെ രണ്ട് പേര് എടുത്തു, 1 എന്നും 2 എന്നും സിലിണ്ടേഴ്സിനെ എടുത്തു. സോ പൈ r1 സ്ക്വയർ ബൈ h ഡിവൈഡഡ് ബൈ പൈ r2 സ്ക്വയർ ബൈ h ഇൻറ്റു h വിച്ച് ഇസ് ഈക്വൽ ടു h ക്യാൻസൽ ചെയ്ത് പോയി, പൈയും പോയി, ബാക്കി ആരേ ഉള്ളൂ, r1 സ്ക്വയർ ബൈ r2 സ്ക്വയർ വരും. അതായത് r1 ബൈ r2 ദ ഹോൾ സ്ക്വയർ 4/9 ആയിരിക്കും നമുക്ക് ഉത്തരം വരുന്നത്. r1 ബൈ r2 2/3 ആണെന്നറിയാം. അതായത് 2/3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 4/9 ആണ്. 4/9 ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ 2/3 എന്ന് പറയുന്ന റേഷ്യോയ്ക്ക് പകരം വേറെ റേഷ്യോസ് ഇങ്ങനെ മാറ്റി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. മുൻ വർഷത്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഹൈറ്റ് സെയിം ആണ് എങ്കിൽ, ഹൈറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്, അതുപോലെ തന്നെ റേഡിയസുകളുടെ റേഷ്യോയും തന്നിട്ടുണ്ട് എങ്കിൽ, അത് നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ നമ്മുടെ വോളിയത്തിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, വോളിയത്തിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ റേഡിയസിൻ്റെ റേഷ്യോയുടെ സ്ക്വയർ ചെയ്താൽ മതി. കാരണം ഹൈറ്റ് ക്യാൻസൽ ചെയ്ത് പോകും. അതോ ഈ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. 2:3 ആണെങ്കിൽ വോളിയത്തിൻ്റെ റേഷ്യോ 4:9 എന്ന് ഒറ്റയടിക്ക് നമുക്ക് എഴുതാൻ പറ്റും. അത്രയും സമയം നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ലാഭിക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം, ഇഫ് 1 square plus 2 square plus 3 square plus etc plus 10 square equal to 385, then what is the value of 3 square plus 6 square plus 9 square plus etc plus 30 square? കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസിലേക്ക് ചിന്തിക്കുകയേ വേണ്ട. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഓപ്ഷൻ നോക്കണ്ട, നമുക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് അങ്ങ് ചെയ്തു തുടങ്ങാം. വെറുതെ നമ്മുടെ സമയം കളയണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് തന്നിരിക്കുന്ന കാര്യം ആദ്യം എഴുതി. 1 square plus 2 square plus 3 square plus etc plus 10 square equal to 385 എന്ന് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഇതാ നമുക്ക് ഈ കാര്യമല്ലേ, അതായത് 3 square plus 6 square plus 9 square plus etc plus 30 square ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും നമുക്ക് എന്ത് പുറത്തേക്കെടുക്കാൻ സാധിക്കും, ഒരു 3 square പുറത്തെടുക്കാൻ സാധിക്കും. അതായത് നമ്മൾ 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്, 6 സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്, 9 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 81 ആണ്, പ്ലസ് എക്സെട്ര. 30 സ്ക്വയർ എന്ന് പറയുന്നത് 3 × 3 9, അത് കഴിഞ്ഞിട്ട് 2 0 ഇടുക അല്ലേ. എല്ലാത്തിൽ നിന്നും നമുക്കൊരു 9 പുറത്തെടുക്കാമല്ലോ. ഏതൊരു സംഖ്യ എടുത്തു കഴിഞ്ഞാലും ഒരു 9ൻ്റെ ഫാക്ടർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് 9 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എത്ര വരും, ഇവിടെ 1 വരും, ഇവിടെ 4 വരും, ഇവിടെ 9 വരും, പ്ലസ് എക്സെട്ര പ്ലസ് 10 വരും അല്ലേ, 100 വരും അല്ലേ. അതായത് 9 എന്ന് പറയുന്നത് എന്താണ്, 3ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. സോ 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 1 സ്ക്വയർ പ്ലസ് 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്, 9 എന്ന് പറയുന്നത് 3 സ്ക്വയർ ആണ്, 100 എന്ന് പറയുന്നത് 10 സ്ക്വയർ ആണ്, പ്ലസ് എക്സെട്ര പ്ലസ് 100 സ്ക്വയർ എന്ന് എഴുതി. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. എത്ര വരും, 385 എന്ന് തന്നിട്ടുണ്ട്. അതായത് 3 സ്ക്വയർ ഇൻറ്റു, അതായത് 9 × 385 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. 9 × 385 എന്ന് പറയുന്നത് 3465 ആണ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഉത്തരം, 3465. ഓപ്ഷൻ കറക്റ്റായിട്ട് നോക്കണം, കാരണം എല്ലാത്തിലും 3ഉം 4ഉം 6ഉം 5ഉം വരുന്നിട്ടാണ് ആദ്യത്തെ 3 ഓപ്ഷൻസ്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇത് മിക്കവാറും നമ്മൾ ശ്രദ്ധിച്ച് മാർക്ക് ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ആദ്യത്തെ 3 ഓപ്ഷൻസും സെയിം നമ്പേഴ്സ് വന്നത് കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ യൂണിറ്റ്സ് പ്ലേസ് ഓഫ് ദി പ്രോഡക്റ്റ് 250 × 230? ഈ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദിച്ചു വരുന്ന ഒരു മോഡലാണ്. 2 അത് കാറ്റഗറി 1, 2, 3 3 കാറ്റഗറിക്കും ചോദിച്ചു വരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ദ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ്സ് പ്ലേസ് ഓഫ് 250. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, നമുക്ക് ഇത്രയും വലിയൊരു സംഖ്യ തന്നിട്ടുണ്ട്, ഈ ഒരു സംഖ്യ തന്നിട്ടുണ്ട്. ഈ സംഖ്യയുടെ യൂണിറ്റ് പ്ലേസിൻ്റെ ഡിജിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വലിയ സംഖ്യ കിട്ടും അല്ലേ. അതിൻ്റെതായ ഏറ്റവും ആദ്യം കിടക്കുന്ന സംഖ്യ ഏതാണ് എന്നതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ 1ൻ്റെ പ്ലേസിൽ ഡിജിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 250യുടെ യൂണിറ്റിൻ്റെ പ്ലേസിൽ ഡിജിറ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഏതൊരു സംഖ്യേനെയും അതിൻ്റെ പവറായിട്ടാണ് ഇവിടെ എഴുതുന്നത് അല്ലേ. a⁻m എന്ന് പറയുന്ന പവറിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഏതൊരു സംഖ്യ വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനെ 4 വെച്ചെന്നത് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഈ പവർ എടുക്കുക, ഈ പവറിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഏതൊരു സംഖ്യ a⁻m എന്ന് പറയുന്ന ഏതൊരു സംഖ്യ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഈ m ഇല്ലേ, ഈ m എന്ന് പറയുന്നതാണ് അതിൻ്റെ പവർ. ആ പവറിനെ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം, 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. അത് ഏത് സംഖ്യയാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരുന്നു നോക്കാം. നമ്മുടെ ആദ്യത്തെ സംഖ്യ 250 അല്ലേ.
സോ 50യെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. നമുക്ക് കോഷ്യൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? റിമൈൻഡർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. നോർമൽ ഡിവിഷൻ നമുക്കറിയാലോ, 50യെ 4 വെച്ച് ചെയ്യുമ്പോൾ 1 വരും, 4 വരും, 10 വരും. 2 8s are 8 into 2 ആണ്, 4 into 2 ആണ് 8. സോ 8 വരും. 10 മൈനസ് 8 ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് 2 കിട്ടിയല്ലേ. ഇനി റിമൈൻഡറിനാണ് നമുക്കിവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്ത് വരും? നമ്മുടെ ഈ താഴത്തെ സംഖ്യ അതുപോലെ തന്നെ എഴുതി. ഇവിടെ 250 ആണല്ലോ നമ്മുടെ സംഖ്യ. അതായത് ഈ 2 എന്ന് പറയുന്ന സംഖ്യ അതുപോലെ തന്നെ എഴുതിയിട്ട് ഈ 50ന് പകരം നമുക്ക് ആരെ കൊടുത്താൽ മതി? ഈ 2വിൻ്റെ പവറായിട്ടുള്ള റിമൈൻഡർ ആയിട്ടുള്ള 2വിനെ കൊടുത്താൽ മതി. 2 സ്ക്വയർ എന്ത് വരും? 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ 4 ആണ്. അത് എഴുതി അവിടെ നിർത്തി. അതായത് 250 ചെയ്ത് കഴിയുമ്പോൾ വൺസിൻ്റെ പ്ലേസിൽ ഏതായിരിക്കും നമ്പർ വരിക? 4 ആയിരിക്കും നമ്പർ വരിക. ഇനി നമുക്കിത് വേണ്ടത് 230 അല്ലേ? 230 അത് അതുപോലെ തന്നെ എഴുതി. എന്നിട്ട് 2വിനെ അതുപോലെ തന്നെ എഴുതിയേക്കണമേ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പവറാണ് നമ്മളിങ്ങനെ റിമൈൻഡർ കണ്ടുപിടിച്ച് എഴുതേണ്ടത്. അപ്പോൾ 13നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം എന്ത് വരും? 13നെ 4 വെച്ച് ചെയ്യുമ്പോൾ 7 into 4 28 ആണ്. സോ റിമൈൻഡർ അഗെയിൻ നമുക്ക് എന്ത് കിട്ടി? 2 തന്നെ കിട്ടി അല്ലേ. അപ്പോൾ എന്ത് വരും? 2 സ്ക്വയർ തന്നെ വരും, ഈക്വൽ ടു 4 എന്ന് വരും. പക്ഷെ നമ്മുടെ ഉത്തരം 4 ആണോ? അതൊന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്യണം. എന്താണ് നമുക്ക് വേണ്ടത്? 250യുടെ വൺസിൻ്റെ പ്ലേസിൽ 4 ആണ്, 230യുടെ വൺസിൻ്റെ പ്ലേസിൽ 4 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണ്ടത് 250 ഇൻറ്റു 230 അല്ലേ. അതിൻ്റെ വാല്യൂ അല്ലേ വേണ്ടത്. ഇതിന് പകരം നമുക്ക് ആരെ എഴുതിയാൽ മതി? 4ന് എഴുതാം. ഇതിന് പകരം നമുക്ക് വീണ്ടും 4 തന്നെ എഴുതാൻ പാടില്ല. അപ്പോൾ 4 into 4 എന്താണ്? 16 ആണ് നമുക്ക് വന്നതല്ലേ ഉത്തരം. അതായത് ഇതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ ഏതാണ് നമ്പർ? 6 അല്ലേ വന്നിരിക്കുന്നത്. സോ നമ്മുടെ ഉത്തരം എന്ത് വരും? 6 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഏതൊരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാലും ഈ രീതിയിൽ തന്നെ അങ്ങ് ചെയ്തു പോയാൽ മതി. ഇനി നമ്മൾ എക്സെപ്ഷൻസ് ഉള്ള കേസ് 1ൻ്റെ പവർ, അതായത് 1 ഏത് പവർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ യൂണിറ്റിൻ്റെ പ്ലേസിൽ ഏത് ഡിജിറ്റേ വരുള്ളൂ? 1 തന്നെ വരുള്ളൂ. അതുപോലെ 5ൻ്റെ ഏത് പവർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെയും യൂണിറ്റിൻ്റെ ഡിജിറ്റിൽ ഏത് നമ്പറേ വരുള്ളൂ? അത് 5 തന്നെ വരുള്ളൂ. അതുപോലെ തന്നെയാണ് 6ൻ്റെ കേസിലും. 6ൻ്റെ ഏത് പവർ എടുത്താലും അതിൻ്റെ യൂണിറ്റിൻ്റെ പ്ലേസിൽ 6 തന്നെ വരുള്ളൂ. അതുപോലെയാണ് 0 വരുന്നത്. അതായത് 10 സ്ക്വയർ, 100 സ്ക്വയർ, അതിൻ്റെ ഏത് പവർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെയും യൂണിറ്റിൻ്റെ പ്ലേസിൽ ഏത് ഡിജിറ്റേ വരുള്ളൂ? 0യേ വരുള്ളൂ. അപ്പോൾ ഇത്രയും നമ്പർ യൂണിറ്റിൻ്റെ പ്ലേസിൽ നമുക്കിപ്പോൾ പവർ വന്നിരിക്കുന്നത് ഒരു 5⁻25 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇതിൻ്റെ യൂണിറ്റിൻ്റെ പ്ലേസിൽ ഏതായിരിക്കും ഡിജിറ്റ് വരിക? 5 ആയിരിക്കും വരിക. 5ൻ്റെ ഏത് പവർ എടുത്തു കഴിഞ്ഞാലും യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഓക്കെ അല്ലേ? വൺസിൻ്റെ പ്ലേസിലെ ഡിജിറ്റ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. അങ്ങനെയുള്ള സംഖ്യകളാണിത്. ബാക്കി ഏത് സംഖ്യയിലെ പവർ വന്നു കഴിഞ്ഞാലും ഈ മെത്തേഡ് ചെയ്താൽ മതി. പവറിനെ എന്ത് ചെയ്യുക? ആദ്യം പവർ എടുക്കാം, ആ പവറിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ കണ്ടുപിടിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പ്രൊസീജിയേഴ്സ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇൻ ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x സ്ക്വയർ പ്ലസ് 24x പ്ലസ് 11 വാട്ട് നമ്പർ ഈസ് പി ഓഫ് 1/2 പ്ലസ് പി ഓഫ് മൈനസ് 1/2? നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു പി ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ. 4x സ്ക്വയർ പ്ലസ് 24x പ്ലസ് 1 എന്ന് പറയുന്ന ഒരു പി ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്? പി ഓഫ് 1/2 പ്ലസ് പി ഓഫ് മൈനസ് 1/2 എത്രയാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. പി ഓഫ് 1/2 ആണ് നമ്മൾ ഇത് പ്രീവിയസ് ഇയർ നോക്കിയപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത്. അത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും പി ഓഫ് 0 ചിലപ്പോൾ ചോദിക്കാം, പി ഓഫ് 0 പ്ലസ് പി ഓഫ് 1 ചോദിക്കാം, അല്ലെങ്കിൽ പി ഓഫ് 0 ഡിവൈഡ് ബൈ പി ഓഫ് 1. ആ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം പി ഓഫ് 1/2 കണ്ടുപിടിക്കുക. സിമ്പിളാണ്. എക്സിന് പകരം എന്ത് ചെയ്താൽ മതി? 1/2 കൊടുത്താൽ മതി. അതായത് 4 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/2ൻ്റെ സ്ക്വയർ ആണ്. 1/2 ദ ഹോൾ സ്ക്വയറിന് 1/2 ഇൻറ്റു 1/2 എന്ന് എഴുതിയെന്നേ ഉള്ളൂ. പ്ലസ് 24 ഇൻറ്റു 1/2 പ്ലസ് 11 എഴുതി. ഈ 2ഉം 4 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ 1 വരും. ഈ 24ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 12 വരും. പ്ലസ് 1 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 24 എന്ന് വരും ഉത്തരം. നമ്മുടെ ഉത്തരവായില്ല. നമുക്ക് ആരെയും കൂടി വേണം? പി ഓഫ് മൈനസ് 1/2 കൂടി വേണം. എന്ത് വരും? ഈ എക്സിന് പകരം മൈനസ് 1/2 കൊടുക്കുക. അതായത് 4 ഇൻറ്റു മൈനസ് 1/2 ഇൻറ്റു മൈനസ് 1/2, അതായത് 1/4 തന്നെയാണ്. അതായത് ഇത് ക്യാൻസൽ ചെയ്ത് പോകും. ഈ മൈനസും പ്ലസ് ആയി പോകും. പ്ലസ് പിന്നെ എന്ത് വരും? 24 ഇൻറ്റു മൈനസ് 1/2 കൊടുക്കുക. എന്ത് വരും? 11 വരും അല്ലേ. അതായത് 12 വരും അല്ലേ. അതായത് എന്ത് വരും? 12 ഇൻറ്റു മൈനസ് 1 വരും. അതായത് മൈനസ് 12 എന്ന് വരും. ഇവിടെ 11 വരും, ഇവിടെ 1 ഉണ്ട് അല്ലേ. സോ 1 പ്ലസ് 11 എന്ന് പറയുന്നത് 12 ആണ്. സോ 12 മൈനസ് 12 എന്ന് പറയുന്നത് 0 ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. നമുക്ക് ഉത്തരം കിട്ടിയോ? ഇല്ല. പി ഓഫ് 1/2 പ്ലസ് പി ഓഫ് മൈനസ് 1/2 ആണ് വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. എന്ത് വരും?
24 ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. ഇതിപ്പോൾ മൈനസ് ചോദിച്ചു കഴിഞ്ഞാലും P(1/2) മൈനസ് P(-1/2) ചോദിച്ചു കഴിഞ്ഞാലും എന്ത് തന്നെ വരുള്ളൂ, 24 തന്നെ വരുള്ളൂ. കാരണം P(-1/2) എത്രയാണ്, 0 ആണ് നമുക്ക് കിട്ടിയത്. ഇങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. P(x) എന്ത് ചെയ്യും, മാറ്റി മാറ്റി കൊടുക്കും. പോളിനോമിയൽ മാത്രം നമുക്ക് മാറ്റി കൊടുക്കും, ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെ ആയിരിക്കും. ബാക്കിയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോകും. ഇതെല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്നതാണ്. പക്ഷെ നമ്മൾ ഈ മൈനസും പ്ലസും ഒക്കെ വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോകണം. What are the coordinates of the centroid of the triangle with the vertices -2, 4, 4, 5, 1, -3? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കോർഡിനേറ്റ്സിൽ നിന്നുള്ളതാണ്, കോർഡിനേറ്റ് ജോമെട്രിയിൽ നിന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വർഷവും ഒരു 3-4 ക്വസ്റ്റ്യൻ എങ്കിലും കുറഞ്ഞത് ചോദിക്കാറുള്ള ഒരു ഏരിയയാണ് കോർഡിനേറ്റ് ജോമെട്രി. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയയാണ് കോർഡിനേറ്റ്സ് കേട്ടോ. ഒരിക്കലും വിട്ടിട്ട് പോകരുത്. കാരണം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന വലിയ വലിയ ഇക്വേഷൻസ് ഒന്നുമില്ല. ചെറിയ ചെറിയ നമ്മൾ പഠിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം. കോർഡിനേറ്റ്സ് പഠിക്കാതെ പോകരുത്. ജോമെട്രി എന്ന് പറഞ്ഞ ഏരിയ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ജോമെട്രി എന്ന് പറയുന്ന ആ ഭാഗം പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു 10-20 മാർക്കിൻ്റെ അടുത്ത് എല്ലാ തവണയും കിട്ടാറുള്ള ഏരിയയാണ് ജോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, നമുക്ക് 3 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അത് ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് ആണ്. ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിന് 3 വെർട്ടീസസ് ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എന്താണ്, അതിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ -2, 4 ആണ്, ഇത് 4, 5 ആണെന്ന് വിചാരിക്കുക, ഇത് 4, 5 ആണ്, ഇത് 1, -3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇതാ സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ 3 എഡ്ജിൽ നിന്ന് നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നടുക്ക് കിട്ടുന്ന ഈ കോർഡിനേറ്റ്സ് ഏതാണ്, ഇതിൻ്റെ കോർഡിനേറ്റ് ഏതായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ 3 പേരെയും 3 സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ജോയിൻ ചെയ്ത് 3 ലൈനും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റാണ് ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ആ സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇത് നമ്മൾ ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ x1y1, x2y2, x3y3 3 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഒരു ലൈൻ, മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ, ഇവിടെ നിന്ന് അടുത്ത വെർട്ടെക്സിലേക്ക് മിഡ് പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻ, അതുപോലെ തന്നെ ഇവിടെ നിന്നും അടുത്ത ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ, ഇവർ കൂട്ടിമുട്ടുമല്ലോ. ഈ കോർഡിനേറ്റ് ആണ്, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഈ സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്നതിന് ഇക്വേഷൻ എന്ന് പറയുന്നത് x1 + x2 + x3/3, y1 + y2 + y3/3. ഒന്നും ചെയ്യാനില്ല. 3 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ കോർഡിനേറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് എല്ലാം ആഡ് ചെയ്യുക, 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. y കോർഡിനേറ്റ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുക, 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതായത് -2 + 4 + 1. ഇവിടെ എക്സ് കോർഡിനേറ്റ്സ് -2 ആണ്, 4 ആണ്, 1 ആണ്. സോ -2 + 4 + 1 divided by 3. y കോർഡിനേറ്റ്സ് ഏതാണ്, 4 ആണ്, 5 ആണ്, -3 ആണ്. 4 + 5 -3 എന്ന് വരും, ഡിവൈഡഡ് ബൈ 3. ഇതെന്ത് വരും, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3 ആയിരിക്കും ആൻസർ വരുന്നത്. -2 + 1 എന്ന് പറയുന്നത് -1 ആണ്, -1 + 4 എന്ന് പറയുന്നത് 3 ആണ്, 3/3. അതുപോലെ 4 + 5 എന്ന് പറയുന്നത് 9 ആണ്, 9ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 6 വരും, 6/3. 3/3 1 ആണ്, 6/3 1 2 ആണ്. 1 2 ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ പെഡഗോഗിയിൽ നിന്നാണ്. ദ മാത്തമാറ്റീഷ്യൻ ഹു ഈസ് ക്രെഡിറ്റഡ് ഫോർ ദ ഇൻവെൻഷൻ ഓഫ് ലോഗരിതംസ് ഈസ്. അതായത് മാത്തമാറ്റീഷ്യൻസ് അവരുടെ കണ്ടുപിടുത്തങ്ങൾ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകണം പെഡഗോഗി പാർട്ടിൽ നിന്നും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലോഗരിതംസ് എന്ന് പറയുന്നത് ആരുടെ ഇൻവെൻഷൻ, ആരാണത് കണ്ടുപിടിച്ചത് എന്നാണ് നമ്മുടെ ചോദ്യം. അതിൻ്റെ ഉത്തരം എന്താണ്, നമുക്ക് 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. കാൾ ഫ്രെഡറിക് ഗോസ്, ജോൺ നേപ്പിയർ, ജോൺ വെൻ, യൂക്ലിഡ്. അതാണ് നമ്മുടെ ഉത്തരം, ജോൺ നേപ്പിയർ ആണ്. അതുപോലെ ഈ കൊടുത്തിരിക്കുന്ന ഓരോരുത്തരുടെയും കണ്ടുപിടുത്തങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. ഒരുപാട് ടഫ് ഉള്ളതൊന്നും ചോദിക്കാറില്ല, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളൂ. പ്രീവിയസ് ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ആളാണ് രാമാനുജൻ എന്ന് പറയുന്നയാൾ. രാമാനുജൻ്റെ ബുക്സുകൾ നോക്കിയിട്ട് പോവുക. അതുപോലെ രാമാനുജൻ നമ്പർ 1729 രാമാനുജൻ നമ്പർ നോക്കിയിട്ട് പോവുക. അതുപോലെ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളതാണ് ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി, എ ലൈഫ് ഓഫ് ദ ജീനിയസ് രാമാനുജൻ എഴുതിയത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് റോബർട്ട് കരിങ്കയിലാണ്. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം തന്നെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം നിർബന്ധമായിട്ടും മാത്തമാറ്റീഷ്യൻസിൻ്റെ കോൺട്രിബ്യൂഷൻസ് പഠിക്കാതെ പോകരുത്. ഒരു ചോദ്യം അതിൽ നിന്ന് ഉറപ്പായിട്ടും വരുന്നതാണ്. സിമ്പിൾ ഏരിയ ആണല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവുക. അപ്പം ഇത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേർഡ്സ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഓർത്ത് നിൽക്കും. അപ്പോൾ കാണാതെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഓഫ് ലേണിംഗ് മാത്തമാറ്റിക്സ് വാസ് അഡ്വക്കേറ്റഡ് ബൈ. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് കണ്ടുപിടിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കിൽപാട്രിക്, സ്റ്റീവൻസൺ, ഡെവി, ആംസ്ട്രോങ്. ഏതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്? ഡ്യൂയി, കിൽപാട്രിക് ആണോ, സ്റ്റീവൻസൺ ആണോ, ഡ്യൂയി ആണോ, ആംസ്ട്രോങ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഒന്നുണ്ട്. 4 പേരെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സൈക്കോളജിയിലായിട്ടും പെഡഗോഗിയിലായിട്ടും ഒക്കെ നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ് ഈ 4 പേരും. അപ്പോൾ ഇവരുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ആംസ്ട്രോങ് ആണ്. ആംസ്ട്രോങ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, ഹ്യൂറിസ്റ്റിക് മെത്തേഡ് പഠിച്ചിട്ടുള്ളത്. അത് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, അതുപോലെ ഇത് ഓരോരുത്തരുടെ കണ്ടുപിടുത്തം, ഈ മെത്തേഡ്സ് ഒക്കെ ആര് ഇൻവെൻറ്റ് ചെയ്തു, ഇനി അവരെന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ മെത്തേഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, അതിൻ്റെ സ്റ്റെപ്സ്, ഇതെല്ലാം എന്ത് തന്നെയാണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. 10 ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഏരിയാസ് ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് തന്നെ എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഇതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എക്സാമിന് നമുക്ക് അധികം ദിവസമില്ല, വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ എക്സാമിങ് വരും. ഇനിയൊരു 2 ആഴ്ച ഉണ്ട് അല്ലെങ്കിൽ 3 ആഴ്ച ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച എന്ന് പറയുന്ന 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമായിട്ട് പെട്ടെന്ന് തന്നെ ചുരുങ്ങി പോകും. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. നമ്മുടെ ടോസ് അക്കാഡമി, സെറ്റ്, നെറ്റ്, കേട്ടറ്റ്, സി-ടെറ്റ്, PSC എക്സാംസ്, HSA, HSST, LPSA, UPSA തുടങ്ങിയ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനു വേണ്ടിയിട്ടും കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ടുള്ള അസിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ടീച്ചേഴ്സും നിങ്ങളെ വിളിച്ച് തന്നെ എന്ത് ചെയ്യും, കാര്യങ്ങൾ ചോദിക്കും, നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെ വിളിച്ച് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് ടോസ് അക്കാഡമി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. താങ്ക് യു.